നാട്ടിൽ വരുമ്പോഴൊക്കെ ആലോചിക്കുന്ന കേട്ടോ നമ്മളെ കോഴിക്കോട് ഒന്ന് പോയി നടന്ന് കാണണമെന്ന്. അങ്ങനെ ഒരു 10 മണിയായപ്പം കുളിച്ച് മാറ്റി ഇറങ്ങി. വൈഫ് നല്ല കട്ടപ്പാല് പപ്പായ ജ്യൂസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അതും കുടിച്ച് വണ്ടി എടുത്ത് നേരെ കൊടുവള്ളിക്ക് ഇറങ്ങി. അങ്ങനെ കൊടുവള്ളി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് സ്കൂട്ടി സൈഡാക്കി വെച്ച് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം ഒരു KSRTC വന്ന്. അങ്ങനെ ആ ബസ് കയറിയപ്പോൾ നല്ല തിരക്കാട്ടോ, ഇരിക്കാനൊന്നും സ്ഥലമല്ല. കോഴിക്കോട് വരെ നിന്നാട്ടോ പോയത്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. പണ്ട് മൊബൈൽ സർവീസ് പഠിക്കാൻ വന്ന കാലത്ത് ഒരുപാട് കറങ്ങി നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കുറച്ച് കറങ്ങി നടന്നപ്പോൾ നല്ല വിശപ്പ് വന്ന് നേരെ രുചിഭവനിൽ കയറി നല്ലൊരു സദ്യ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കോഴിക്കോട് ടൗണിൽ കൂടെ വീണ്ടും ഒരുപാട് നടന്നിട്ടോ. അവസാനം പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന്. ടൗണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിക്കണം, നമ്മളെ പഴയ കോഴിക്കോടൊന്നല്ലപ്പോ. അങ്ങനെ അവിടെ കണ്ട ഒരു മാളിൽ കയറി പെരുന്നാളിലേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. കുറെ നടന്നത് കൊണ്ട് നല്ല ദാഹം തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ കുൾബാറിൽ കയറി നാരങ്ങ സോഡയെ കുറിച്ച് നേരെ കൊടുവള്ളിക്കുള്ള ബസ് കയറി. കൊടുവള്ളി വന്ന് ബസ് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ മഴ ചോർന്ന്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ഞാൻ പോവാൻ ഇറങ്ങിയപ്പോൾ ഏൽപ്പിച്ചൊരു സാധനം ഉണ്ട്, കിൻഡർ ജോയ്. അതിനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മോള്. വീട്ടിലെത്തിയപ്പോ വൈഫ് നല്ല ഇടിയൂണി പൊരിച്ച് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്ന്. അങ്ങനെ അക്കാക്കന്റെ മക്കളെയും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച്. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.